ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സങ്കീർത്തനം 51:10 നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. പ്രിയമുള്ളവരെ, സങ്കീർത്തനിക്കുകയാണ് നിർമ്മലമായ ഒരു ഹൃദയത്തിന് വേണ്ടി. നിർമ്മലമായ ഒരു ഹൃദയം എന്ന് പറയുമ്പോൾ മാലിന്യമില്ലാത്ത ഹൃദയം, ഈശോയുടെ വചനം കൊണ്ട് നിറഞ്ഞ ഹൃദയം, അത് നിരന്തരമായ കഴുകലിലൂടെ നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും. നിരന്തരമായ കുമ്പസാരത്തിലൂടെ പാവങ്ങൾ കഴുകി വചനം കൊണ്ട് നിറഞ്ഞൊരു വ്യക്തിയാണ് നിർമ്മലമായ ഹൃദയമായി മാറുന്നത്. അവിടെയാണ് നവചൈതന്യം നിക്ഷേപിക്കപ്പെടുന്നത്. എസെക്കിയേൽ 36:26 പറയുന്നു, ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം നൽകും, പുതുചൈതന്യം ഞാൻ നിങ്ങളെ നിക്ഷേപിക്കും. അങ്ങനെ പുതിയ ഹൃദയം, പുതിയ നവചൈതന്യം കൊണ്ട് നിറഞ്ഞ വ്യക്തിയാണ് വിശുദ്ധ ചാവറയച്ചൻ. ഇന്ന് വിശുദ്ധ ചാവറയച്ചൻ്റെ തിരുനാൾ സഭ ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തെ കേരളമാക്കി മാറ്റിയത് വിശുദ്ധ ചാവറയച്ചൻ്റെ നിറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യവും വചനവുമാണ്. ആദ്യത്തെ ധ്യാന ഗുരുവായിരുന്നു വിശുദ്ധ ചാവറയച്ചന്. വിദ്യാഭ്യാസത്തിലൂടെ ജനതകളെ വിശ്വാസത്തിലേക്കും വിശുദ്ധിയിലേക്കും നയിച്ച വ്യക്തിയാണ് വിശുദ്ധ ചാവറയച്ചൻ. ഈ ചാവറയച്ചൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്കും ഒരു പുതിയ ഹൃദയവും പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകവും ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. വിശുദ്ധ ചാവറയച്ചൻ്റെ മാധ്യസ്ഥം വഴി നമ്മൾ ഓരോരുത്തരും ഒരു പുതിയ ഹൃദയം, പുതിയ ഉള്ളവരുമായി മാറുവാൻ ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം.